നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FA കപ്പിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലെസ്റ്റർ സിറ്റി മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വാറ് വേണ്ട എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ക്ലിയർ ആൻഡ് ഒബ്വിയസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വാറിനെ സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതൊരു പെർഫെക്റ്റ് സിസ്റ്റം അല്ല, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഇനിയും വേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് വാർ ഇല്ലാത്തതുകൊണ്ട് മാത്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇഞ്ചുറി ടൈമിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഫ്സൈഡ് ചാൻസ് ആണ് ഹാരി മഗ്വയർ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2-1 ലെസ്റ്ററിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് FA കപ്പിന്റെ അടുത്ത റൗണ്ടിലേക്ക് യുണൈറ്റഡ് പോവുകയും ചെയ്തു. ഇന്നത്തെ ടീം ന്യൂസിലേക്ക് വരുമ്പോൾ പുതിയ സൈനിങ് ആയിട്ടുള്ള പാട്രിക് ഡോർഗു ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീമിൽ ഉണ്ടായിരുന്നു. ഒരു ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് കാഴ്ചവെച്ചിട്ടുള്ളത്. കോബി മൈനോ, ഹോയ്ലാൻഡ്, അമാദ് തുടങ്ങിയ ഒഫൻസീവ് ലൈന് ഇന്ന് കളിക്കാൻ ഇറങ്ങുകയും ചെയ്തു. ഇവിടെ ലെസ്റ്ററിന്റെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ പുതിയ മാനേജർ ആയിട്ടുള്ള നിച്ചൽ റോയ് വന്നതിന് ശേഷം ഒരു എൻഹാൻസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ലെസ്റ്ററിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ മിഡ്ഫീൽഡ് നോക്കിയാലും വിങ്ങേഴ്സിനെ നോക്കിയാലും ജോർഡൻ ആയും ബോബി റീഡൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ യുണൈറ്റഡിനെ ഞെട്ടിച്ചുകൊണ്ട് ഫസ്റ്റ് ഹാഫിന്റെ അവസാന ഘട്ടത്തിൽ ലെസ്റ്റർ സ്കോർ ചെയ്യുന്നു. ഇവിടെ ഒനാനക്ക് നേരെ വന്നിട്ടുള്ള ഒരു ഷോട്ട് പുള്ളി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് ഡിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പന്താണ് ബോബി റീഡ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ 43-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ലെസ്റ്റർ എത്തുകയും ചെയ്തു. സാധാരണ ഇതുപോലുള്ള കളികളിൽ സെക്കൻഡ് ഹാഫിലും ഒരു തിരിച്ചു വരാനുള്ള പെർഫോമൻസ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് പലപ്പോഴും കാണാറില്ല. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ ഗർണാച്ചോ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്നു. 65-ാമത്തെ മിനിറ്റിൽ സിക്സിയെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഗർണാച്ചോയുടെ സ്പീഡും എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മൂവ്മെന്റും ലെസ്റ്ററിന് ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ തലവേദനയായിരുന്നു. പുള്ളി മിസ് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയേണ്ടതുണ്ട്. പുള്ളി ലെഫ്റ്റ് വിങ്ങിലൂടെ ഒരു ബോളുമായിട്ട് വരുന്നു, കട്ട് ബാക്ക് ചെയ്ത് 18 യാർഡ് ബോക്സിലേക്ക് കയറി പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. ഇത് ലെസ്റ്ററിന്റെ ഒരു ഡിഫൻഡർ വന്നിട്ട് ബ്ലോക്ക് ചെയ്തു. എന്നാൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പന്ത് ഗോൾ കീപ്പറിന് മുകളിലൂടെ പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഡിഫൻഡർ ആയിട്ടുള്ള ഒക്കോലി സ്ലൈഡ് ചെയ്ത് വന്നിട്ട് പുറത്തേക്ക് അടിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വിചാരിച്ചു ലൈന് ക്രോസ് ചെയ്തു, പക്ഷേ ലൈന് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ആണ് ലെസ്റ്ററിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. ആ ബോള് ഒരിക്കൽ കൂടി ആ പോസ്റ്റിന്റെ ഫ്രെയിം തട്ടി ഡിഫ്ലക്റ്റ് ആയിട്ട് താഴോട്ട് വന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ ലെസ്റ്ററിന് കഴിഞ്ഞു. ആ സമയത്ത് തന്നെ നമുക്കറിയായിരുന്നു അടുത്ത ഗോള് അധികം വൈകാതെ വരുന്നുണ്ട്. നല്ല ഇന്റൻസിറ്റിയോടെ ലെഫ്റ്റ് വിങ്ങിൽ 3-4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഗർണാച്ചോക്ക് കഴിഞ്ഞു. അധികം വൈകാതെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി പുള്ളി പോസ്റ്റിലേക്ക് ഇടുന്നു. ഈ ചാൻസ് ഗോൾ കീപ്പർ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡിഫ്ലക്റ്റ് ആയിട്ട് സിക്സയുടെ കാലിലേക്കാണ് എത്തിയത്. ഒരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അങ്ങനെ 1-1 സെക്കൻഡ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് 3-4 ചാൻസുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 13 ചാൻസുകൾ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തു, 4 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. എന്നാൽ ലെസ്റ്ററിന്റെ സൈഡിൽ നിന്ന് 3-4 കിഡിലം ഓപ്പർച്യൂണിറ്റികൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. ഇവിടെ മസറായിയുടെ ഒരു കിഡിലം ക്ലിയറൻസ് ഒക്കെ എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ആയാലും ഹാരി മഗ്വയർ ആയാലും ഒരു കിഡിലം പെർഫോമൻസ് തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ആ 1-1 ഓപ്പർച്യൂണിറ്റി ഒക്കെ മിസ്സായിരുന്നെങ്കിൽ ചിലപ്പോൾ ലെസ്റ്റർ സെക്കൻഡ് ഹാഫിലും സ്കോർ ചെയ്യായിരുന്നു. അങ്ങനെ കളി മുമ്പോട്ട് പോയി. 2 ടീമുകൾക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. അത് കൺവേർട്ട് ചെയ്യാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞതുമില്ല. കളി ഇഞ്ചുറി ടൈമിലേക്ക് പോയി. അവിടെ ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി യുണൈറ്റഡിനെ തേടി എത്തുകയാണ്. എല്ലാവരും പോസ്റ്റിൽ ബോളിനായിട്ട് വെയിറ്റ് ചെയ്തു. ആ സമയത്താണ് റൈറ്റ് വിങ്ങിന്റെ കോർണറുള്ള ഹാരി മഗ്വയർ കൃത്യമായിട്ടുള്ള ഒരു പന്ത് പോസ്റ്റിലേക്ക് എത്തി. പുള്ളി അത് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ സമയത്ത് നമ്മൾ ലൈൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമാണ്. ഒരു 2-3 യാർഡ് മഗ്വയർ ഓഫ് സൈഡ് ആണ്. പക്ഷേ ലൈൻമാൻ അത് കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ക്ലിയർ ആയിട്ട് ഓഫ് സൈഡ് വിളിക്കേണ്ട ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. FA കപ്പിന്റെ 4th റൗണ്ടിൽ വാർ ഇല്ലാത്തത് കൊണ്ട് ചെക്കിങ് കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ ലെസ്റ്ററിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2-1 യുണൈറ്റഡ് കളിയിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ചാൻസ് തിരിച്ച് യുണൈറ്റഡിനെതിരെയോ അല്ലെങ്കിൽ ആർസണലിനെതിരെയോ സിറ്റിക്കെതിരെയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ സ്വന്തം ടീമിനെതിരെ ഇതുപോലുള്ള ചാൻസ് വരുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. എന്തായാലും FA കപ്പും മറ്റു ഡൊമസ്റ്റിക് കപ്പും ഒക്കെ ഇതുപോലുള്ള അസിസ്റ്റന്റ് റെഫറിങ് അസിസ്റ്റൻസ് കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.